ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വായിക്കാം ലൂക്കോസിന് ശേഷം 8-ാം അധ്യായം 22-ാം വാക്യം മുതൽ 25-ാം വാക്യം വരെ വായിക്കാം. 22 മുതൽ 25 വരെ 8-ാം അധ്യായം ലൂക്കോസ് 8-ന്റെ. ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി നാം തടാകത്തിൻ്റെ അക്കരെ പോക എന്ന് അവരോട് പറഞ്ഞു. അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായി. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി. അടുക്കെ ചെന്നു, നാഥ നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞു അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിൻ്റെ കോപത്തെയും ശാസിച്ചു. അവ അമർന്ന് ശാന്തതയുണ്ടായി. പിന്നെ അവരോട്, നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന് പറഞ്ഞു. അവരോ ഭയപ്പെട്ടു. ഇവൻ ആർ? അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. നാഥ നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു പറഞ്ഞവനെ ഉണർത്തി. അതൊരു വലിയ വെളിവാണ്. ഞങ്ങൾ നശിച്ചു പോകുന്നു. ഈ ഒരു ചിന്ത വരണം. ഞങ്ങൾ നശിച്ചു പോകുന്നു, അതൊരു സുബോധമാണ്. ഞാൻ രക്ഷയിലല്ല, ഞാൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സുബോധം അനേകരിത് അറിയുന്നില്ല. ഞങ്ങൾ നശിച്ചു പോകുന്ന അറിയുന്നില്ല. ഈ പാപത്തിൻ്റെ ഫലമായ ദുരനുഭവങ്ങളിലേക്ക് ഞാൻ പോകുന്നെന്ന് പലരും അറിയുന്നില്ല. എൻ്റെ കുടുംബം മുടിഞ്ഞുകൊണ്ടിരിക്കുന്ന അറിയുന്നില്ല. എൻ്റെ തലമുറയ്ക്ക് അപകടം വരുന്ന അറിയുന്നില്ല. മക്കളും അപകടത്തിലേക്ക് പോകുന്ന അറിയുന്നില്ല. മക്കൾ നിങ്ങളുടെ പിടിവിട്ട് നാശത്തിലേക്ക് പോകുന്ന നിങ്ങൾ അറിയുന്നില്ല. ഞങ്ങൾ നശിച്ചു പോകുന്നു. വേദപുസ്തകം വായിക്കുമ്പോൾ ലൂക്കോസിന് ശേഷം 15-ാം അധ്യായത്തിൽ ഒരു ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്, ഞാൻ നശിക്കുന്നു. ഞാൻ എന്തിന് നശിക്കുന്നതാണ് പറയുന്നത്. ഞാൻ എന്തിന് നശിക്കുന്നു? 15-ാം അധ്യായത്തിൽ ധൂർത്തപുത്രൻ പറയുകയാണ്, ഞാൻ നശിക്കുന്നു, ഞാൻ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു, ഞാൻ വലഞ്ഞു പോകുന്നു. അവൻ സുബോധം കിട്ടി. എനിക്ക് ഈ ജീവിതത്തിൽ നഷ്ടം വന്നുപോയി എന്ന് തിരിച്ചറിയുന്നു. അപ്പൻ്റെ വീട് വിട്ടു പോന്നു, അപ്പൻ്റെ സ്വത്ത് എടുത്തുകൊണ്ട് പോന്നു, അപ്പൻ്റെ സ്വത്ത് അനായുധമാക്കി കളഞ്ഞു, എല്ലാം ചെലവഴിച്ചു, ആകെ തകരാറിലായി. ആ ചെറുപ്പക്കാരൻ ധൂർത്തപുത്രൻ അവൻ ആ പട്ടണ പരിഷ്കാരത്തിൽ മുങ്ങി മയങ്ങി അവൻ്റെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞു. പക്ഷെ അവന് നശിക്കുകയാണെന്ന് അവൻ അറിയാൻ പാടില്ലായിരുന്നു. അവന് ബോധമില്ലായിരുന്നു, നശിക്കുകയാണെന്ന് അറിയാൻ പാടില്ലായിരുന്നു. എന്നാൽ പിന്നീട് നാം കാണുന്നു, അവൻ പിന്നീട് വിദേശത്തിലെ പ്രഭുവിൻ്റെ കീഴിൽ ചെന്ന് പന്നിയെ മേയ്ക്കും തൊഴിൽ ചെയ്തു. പന്നി തിന്നുന്ന തവിട് പോലും കിട്ടാതായി. അവന് കിട്ടിയ ആഹാരം പോരാതായി. തവിട് എടുക്കാനായിട്ട് കൈ നീട്ടി പന്നിയുടെ വായിൽ നിന്ന് തവിടും എടുക്കുമ്പോഴേക്കും പന്നിയുടെ തട്ടയേറ്റ് അവൻ്റെ കൈ മുറിഞ്ഞു. പാവം ചെറുപ്പക്കാരൻ. അപ്പൻ്റെ വീട്ടിൽ ഏറ്റവും പദവിയുറ്റ ആഠ്യത്വമുള്ള തറവാട്ടിൽ പിറന്ന് ജീവിച്ചവൻ അവനിതാ ഇപ്പോൾ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. അനേകരങ്ങനെയാണ്. ഇന്ന് വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ആന്തരികമായ യാതനകൾ കൊണ്ട് നശിച്ചു പോകുന്നു. നശിക്കുന്നൊരു കൂട്ടം ജനം. ദൈവത്തിന് സ്തോത്രം. പള്ളിയുണ്ട്, ആരാധനയുണ്ട്, കുർബാനയുണ്ട്, കുമ്പസാരമുണ്ട്, എന്താ ഇല്ലാത്തത്? എല്ലാം ഉണ്ടല്ലോ. പക്ഷേ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വേദനയോടെ ഓർക്കുകയാണ്. ഇന്ന് വിവിധ സഭകളിൽ അനേകം ആളുകൾ ആരാധനയ്ക്ക് കൂടുന്നുണ്ട്. ഇന്ന സഭയെന്നില്ല, എല്ലാ സഭകളിലും ആരാധനയ്ക്ക് വരുന്നു. അവർ പലരും അറിയുന്നില്ല ഞാൻ നശിക്കുന്നു എന്ന്. അവരും ചിലർ പ്രസംഗിക്കുന്നുണ്ട്. അവർ ചിലരെ തള്ളി വീഴിച്ച് രോഗസൗഖ്യമാക്കുമെന്ന് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ മായക്കാഴ്ചകളിലെല്ലാം പെട്ട ആളുകൾ, പാവപ്പെട്ടവർ, അന്ധരായി അവരെയൊക്കെ പിന്തുടരുന്നു. ഇന്ന് വാസ്തവത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ആരും അറിയുന്നില്ല. പലരും അഭിമാനപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് പള്ളിയുണ്ടല്ലോ, എനിക്ക് നമസ്കാരമുണ്ടല്ലോ, എനിക്ക് മലയാളത്തിൽ സുറിയാനിയിലുള്ള ഗീതങ്ങളുണ്ടല്ലോ, വളരെ ധന്യമായ പ്രമ്യോനുകളും സദറകളും ഉണ്ടല്ലോ, എന്തിനാ കുറവ്? എനിക്ക് ഞങ്ങളുടെ പള്ളിയിൽ സുവിശേഷ പ്രസംഗം ഉണ്ടല്ലോ, സുവിശേഷ യോഗം ഉണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ആരും അറിയുന്നില്ല. നാശം ആരും അറിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നശിച്ചുകൊണ്ടിരിക്കുന്നു. നാഥ നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവർ യേശുവിനെ ഉണർത്തി. ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ഹൃദയത്തിലുണ്ടാകേണ്ട ഒരു ചിന്ത അതാണ്. കർത്താവേ, ഞാൻ നശിച്ചുകൊണ്ടിരിക്കുന്നല്ലോ, എൻ്റെ തലമുറ മുടിഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ, എൻ്റെ മക്കളും തകർന്നുകൊണ്ടിരിക്കുന്നല്ലോ, ഭാവി കാല തലമുറയെക്കുറിച്ചുള്ളതായ പ്രതീക്ഷകൾ നശിച്ചു പോയിരിക്കുന്നല്ലോ. എൻ്റെ കർത്താവേ, ഇന്ന് ആഹാരത്തിന് വകയുണ്ട്, ശരി, ഇന്ന് കിടപ്പാടമുണ്ട്, നല്ലത്, ഇന്ന് ഊണിന് അരിയുണ്ട്, ഉടുക്കാൻ വസ്ത്രമുണ്ട്, അതും ശരി, ഇന്ന് വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, വരുമാനമുണ്ട്. പക്ഷേ ഞാൻ നശിച്ചു പോകുമെന്ന് പറയുവാൻ അതിനുള്ളതായ സുബോധം കിട്ടിയിട്ടില്ല. ഞാൻ നശിച്ചു പോകുന്നു. ഞാൻ നശിക്കുന്നു, എൻ്റെ മക്കൾ നശിക്കുന്നു, എൻ്റെ തലമുറ നശിക്കുന്നു. ദൈവത്തിന് സ്തോത്രം.
നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു തലമുറക്കാലം വളരെ ആഭിജാത്യമുള്ള തലമുറകൾ, നല്ല ഉയർന്ന നിലവാരമുള്ള തലമുറകൾ, അത് നല്ല സാമ്പത്തിക നിലവാരവും വലിയ പദവിയുമുള്ള ചില തറവാടുകൾ. പക്ഷേ ഒരു തലമുറക്കാലം കഴിയുമ്പോഴേക്കും അങ്ങ് എല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരാളിൻ്റെ അടുക്കൽ വന്നു. അദ്ദേഹം പറഞ്ഞു, സാറേ, എനിക്ക് എൻ്റെ അപ്പൻ്റെ കാലത്ത് വലിയ ജന്മിമാരായിരുന്നു. പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ അപ്പൻ വലിയൊരു ഭൂവുടമയായിരുന്നു. അദ്ദേഹത്തോട് എതിർത്തുന്നാലും മിണ്ടാൻ ധൈര്യപ്പെടുമായിരുന്നില്ല. അന്ന് ജോലിക്കാരെല്ലാം ആ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിലെ അപ്പൻ്റെ വീട്ടിലെ വേലക്കാർ അവർ വേറെ എങ്ങും ജോലിക്ക് പോവുകയില്ല, ഇവിടെ ഞങ്ങളുടെ തന്നെ ഒരു അടിമകളെ പോലെയാണ്. അദ്ദേഹം പറയുമായിരുന്നു, സാറേ, പക്ഷേ എൻ്റെ അപ്പൻ്റെ കാലം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വളരെ ക്ഷയിച്ചു. എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, വളരെ വളരെ കുറഞ്ഞുപോയി. എന്താണെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ എൻ്റെ കാലമായപ്പോഴേക്കും കഞ്ഞി കുടിക്കാൻ മാർഗമുണ്ടെന്നേ ഉള്ളൂ. ഞങ്ങൾ നാട്ടിൽ വളരെ ക്ഷീണിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സാറേ, എന്താണെന്നുണ്ടോ ഇങ്ങനെ ഞങ്ങൾക്കിങ്ങനെ അടിക്കടി താഴ്ച വരാൻ? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ശാപങ്ങൾ കാണും. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ? കൊലപാതകം വല്ലതും നടന്നിട്ടുണ്ടോ? പാവപ്പെട്ട സ്ത്രീകളെ അവമാനിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അദ്ദേഹം പറഞ്ഞു, സാറേ, ഉണ്ട്, ഓർമ്മയുണ്ട്. എനിക്കറിയാൻ പാടില്ല, പക്ഷേ എൻ്റെ അപ്പൻ്റെ കാലത്ത് ഒരു സംഭവം നടന്നു. ഞങ്ങൾക്ക് പറമ്പിൽ ഒരുപിടി വാഴയുണ്ടായിരുന്നു. വാഴ തോപ്പിനകത്ത് പടുതുകൊണ്ടിരുന്ന ഒരു വേലക്കാരൻ, ചെറുപ്പക്കാരനാണ്. അവൻ എന്തോ ധിക്കാരം പറഞ്ഞു. എൻ്റെ ഗ്രാൻഡ് ഫാദർ അവനെ ഒരടി കൊടുത്തു. അത് വേണ്ടത്തടുത്ത് ചെന്ന് കൊണ്ടത്. അവൻ തല കറങ്ങി വീണു. സാറേ, അവൻ മരിച്ചുപോയി. മരിക്കണമെന്ന് വിചാരിച്ചടിച്ചതൊന്നുമല്ല. പക്ഷേ അവനെ അവിടെ ആ വാഴത്തോപ്പിൽ തന്നെ കുഴിച്ചിട്ടു. അന്ന് ഒരു കേസൊന്നും ഉണ്ടായില്ല. ആരും എൻ്റെ അപ്പനെതിരായിട്ട് പറയാനുള്ള ആളുകളുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു നാട്ടിലൊരു പ്രമാണിയായിരുന്നു. ഞാൻ പറഞ്ഞു, അത് മതിയല്ലോ, നിസ്സാരമല്ലല്ലോ, ഒരു കൊലപാതകം നടന്നില്ലേ? നിങ്ങളുടെ വീട്ടിൽ കൊലപാതകം നടന്നില്ലേ? നിങ്ങളുടെ കുടുംബത്തിൽ തലമുറയിൽ കൊലപാതകം നടന്നില്ലേ? അതാണ് ക്ഷയിക്കാൻ കാരണം. അത് ശാപമാണ്. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും കൊലപാതകം ചെയ്യപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടോ? സാറേ, ഉണ്ട്. എൻ്റെ അനുജൻ ആരോ അവനെ കൊന്നു. എന്തോ വാക്കുകൾക്കുണ്ടായി കൊന്നു. ഞങ്ങൾ അന്വേഷിച്ചു, എവിടെ കാര്യം പിടി കിട്ടിയില്ല. പക്ഷേ ഞങ്ങൾക്ക് സംശയമുണ്ട്. ആറ്റിറമ്പിലേക്ക് വലിച്ചുകൊണ്ടുപോയി പാട് കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഡെഡ് ബോഡി ആറ്റിൽ കൊണ്ടുപോയി തള്ളി. കേസൊക്കെ നടന്നു. ഒന്നും കാര്യമൊന്നും നടന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അപ്പൻ ഒരാൾ കൊന്നു, വേറൊരാൾ അന്യനെ കൊന്നു. ശാപങ്ങൾ തുടരുകയാണ്, ശാപങ്ങൾ. ഞാൻ പറഞ്ഞു, സ്നേഹിത, നിങ്ങളുടെ ജീവിതത്തിൽ ശാപം നിങ്ങളുടെ കുടുംബത്തെ പിന്തുടരുന്നു. അതാണ് ക്ഷയത്തിന് കാരണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഭാഗ്യവശാൽ അദ്ദേഹത്തിന് തകർച്ച കിട്ടി, അനുതാപം കിട്ടി. അദ്ദേഹം എങ്ങലിടിച്ചോട്ട് പറഞ്ഞു, സാറേ, ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ മേലുള്ള ഈ ശാപം മാറാൻ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ മക്കളുടെ മേലേക്ക് വരാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, നിരാശപ്പെടേണ്ട. നിങ്ങളുടെ മേലുള്ള ശാപമെല്ലാം മാറ്റാൻ യേശു ക്രിസ്തു ജീവിക്കുന്നുണ്ട്. നിങ്ങൾ പള്ളിയിൽ പോയി എന്നുള്ളതൊന്നും ശാപം മാറില്ല. നിങ്ങൾ തീർത്ഥയാത്ര ചെയ്താലും ശാപം മാറുകയില്ല. നിങ്ങൾ പെരുന്നാളേറ്റ് കഴിച്ചാലും ശാപം മാറുകയില്ല. നിങ്ങൾ പല 3-4 പോത്തുകളെ വെട്ടി പെരുന്നാളിന് സദ്യ നടത്തിയാലും ശാപം മാറുകയില്ല. പള്ളിക്ക് സ്ലീവ കൊടുത്താലും ശാപം മാറുകയില്ല. നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലിച്ചാലും ശാപം മാറുകയില്ല. അദ്ദേഹം വിനീതനായിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ഒരു കാര്യം, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശു വരണം. സാറേ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, നമസ്കാരം ചൊല്ലുന്നുണ്ടല്ലോ, ഞാൻ കൃത്യമായിട്ട് നോമ്പൊക്കെ നോക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, സ്നേഹിത, നിങ്ങൾ മനസ്സിലാക്കൂ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമസ്കാരം ചൊല്ലുന്നുണ്ട്, എല്ലാം ഒരു പതിവ് പോലെ നടക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ യേശു ഇല്ല. യേശു നിങ്ങളുടെ ഹൃദയത്തിലില്ല. യേശു ക്രിസ്തു ഹൃദയത്തിൽ വരണം. ഇന്ന് യേശു വെളിയിലാണ്. യേശു വാതിക്കൽ മുട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ മനുഷ്യൻ കരയാൻ തുടങ്ങി. ഞാൻ എന്താണ് ചെയ്യേണ്ടത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒറ്റയ്ക്കൊരു കാര്യം, തകർന്നു നുറിയുന്ന ഹൃദയത്തെ ദൈവം നിരസിക്കുകയില്ല. തകർന്ന് കരഞ്ഞുകൊള്ളുക, അനുദപിച്ച് കരഞ്ഞുകൊള്ളുക. സ്തോത്രം. അനുതാപത്തോടെ കരഞ്ഞുകൊള്ളുക. ശാപം മുഴുവൻ മാറുന്നവരെയും കരഞ്ഞുകൊള്ളുക. കാരണം യേശു ക്രിസ്തു ശാപം മുഴുവൻ ഏറ്റെടുത്തവനാണ്.
ശാപം ഏറ്റെടുത്ത് ക്രിസ്തുവിനെ സ്വീകരിച്ചു കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങളുടെ ഇടയിൽ വീട്ടിൽ ശാപങ്ങളുണ്ടോ? ഉണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് വിഷമം തോന്നരുത്. നിങ്ങളുടെ പലരുടെയും ജീവിതത്തിൽ ശാപം ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നീരസം തോന്നരുത്. സത്യം, കരുണയുള്ള കർത്താവ് നിങ്ങളെ ഈ കാര്യം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പേരിലും ചില ശാപങ്ങളുണ്ട്. ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്, സ്ത്രീ പീഡനങ്ങൾ നടന്നിട്ടുണ്ട്, പാവപ്പെട്ട തൊഴിലാളി സ്ത്രീയെ അവമാനിച്ചിട്ടുണ്ട്, നശിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഗർഭചിത്രങ്ങൾ നടത്തിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ. മാതാപിതാക്കളെ ഉപദ്രവിച്ചിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്, അവരെ വേദനിപ്പിച്ചിട്ടുണ്ട്, തള്ളി താഴെ ഇട്ടിട്ടുണ്ട്. ഇല്ലേ, പ്രായമായ അമ്മയെ തള്ളി താഴെ ഇട്ടിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ. എല്ലാം ശാപങ്ങളാണ്. ഇതെല്ലാം പിറകെ വരികയാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഞാൻ സമാധാനത്തോടെ പറയട്ടെ, നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് തരുന്നൊരു വാഗ്ദത്തമുണ്ട്. അത് വെളിപ്പാട് 22-ാം അധ്യായം 3-ാം വാക്യമാണ്. കർത്താവ് നിങ്ങൾക്കൊരു വാഗ്ദത്തം തരികയാണ്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 3-ാം വാക്യം. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ശാപമെല്ലാം മാറും. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ശാപം മാറ്റാമെന്നാണ് പറയുന്നത്. എങ്ങനെ മാറ്റും? ഗലാത്യർ 3-ാം അധ്യായം 13-ാം വാക്യം. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. സ്തോത്രം. ന്യായപ്രമാണത്തിൻ്റെ ശാപം കൽപ്പനകൾ ലംഘിച്ചുപോയി. കൽപ്പനകൾ ലംഘിച്ചുപോയി. ദൈവത്തിന് സ്തോത്രം. ഓർത്തു നോക്കൂ. മോഷണം നടത്തിയിട്ടില്ലേ? കവർച്ച നടത്തിയിട്ടില്ലേ? ചിലരെ ഉപദ്രവിച്ചിട്ടില്ലേ? അന്യായം ചെയ്തിട്ടില്ലേ? അക്രമങ്ങൾ ചെയ്തിട്ടില്ലേ? ദൈവത്തിന് സ്തോത്രം. പാവപ്പെട്ടവനെ ഉപദ്രവിച്ചിട്ടില്ലേ? തിരിച്ചൊന്നും ചെയ്യാൻ കഴിയില്ലാത്തവരെ നിങ്ങൾ കഠിനമായി ഉപദ്രവിച്ചിട്ടില്ലേ? ഓർത്തു നോക്കൂ, ചിന്തിച്ചു നോക്കൂ. ദൈവത്തിന് സ്തോത്രം. എല്ലാം ശാപങ്ങളാണ്. ശാപമെല്ലാം യേശു ഏറ്റെടുത്തു എന്ന് പറയും. യേശു ഏറ്റെടുത്തു. മരത്തിന്മേൽ തൂങ്ങുന്നതിനെല്ലാം ശപിക്കപ്പെടുന്ന എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ശാപഗ്രസ്തനെ പോലെ കുരിശിൽ കർത്താവ് മരിച്ചു. എല്ലാ ശാപവും ക്രിസ്തു തൻ്റെ മേൽ ഏറ്റെടുത്തു. ഇത് വിശ്വസിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അനുഭവമാക്കുന്നത് ക്രിസ്തുവിനെ കൈക്കൊള്ളുന്ന മൂലമാണ്. ഹൃദയത്തിന് പുറത്ത് നിൽക്കുന്ന ക്രിസ്തുവിനെ നിങ്ങൾ ഹൃദയത്തിലേക്ക് ക്ഷണിക്കണം. കർത്താവേ, കടന്നു വരണമേ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എൻ്റെ ശാപങ്ങൾ നീക്കണമേ. എൻ്റെ കുടുംബത്തിന്മേലുള്ള ശാപങ്ങൾ നീക്കണമേ. എൻ്റെ മക്കളുടെ മേലുള്ള ശാപങ്ങൾ നീക്കണമേ. ദൈവത്തിന് സ്തോത്രം. ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ. വസ്തു അപഹരിച്ചവരില്ലേ? ഭൂമിയെ അപഹരിച്ചവരില്ലേ? ഇല്ലേ? പാടത്തെ കണ്ടങ്ങളിൽ കിളച്ച് അന്യൻ്റെ സ്വന്തമാക്കിയവരില്ലേ? പാവപ്പെട്ടനെ ഉപദ്രവിച്ച് അവൻ്റെ സ്വത്ത് കൈവശമാക്കിയവരില്ലേ? പ്രിയപ്പെട്ടവർ, ചിന്തിച്ച് നോക്കൂ. എന്തെല്ലാം അക്രമങ്ങളാണ് നടന്നത്. ഓരോന്നോരോന്ന് ഓർക്കുമ്പോൾ എങ്ങനെ എവിടെ കൊണ്ട് തീർക്കും നിങ്ങൾ? എല്ലാം വെളിപ്പെടുന്നൊരു ദിവസമില്ലേ? ഒരു ദിവസം ഉണ്ടല്ലോ, എല്ലാം വെളിപ്പെടും. അന്ന് ഒന്നും പറഞ്ഞിരിക്കുന്നില്ല. ഇന്ന് ആളുകൾക്ക് അറിഞ്ഞുകൂടാ. സ്വന്തം ഭർത്താവിന് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ സ്വന്തം ഭാര്യയ്ക്ക് അറിഞ്ഞുകൂടാ. നീ എങ്ങനെയാണ് ജീവിച്ചതെന്ന് ദൈവത്തിനറിയാം. പക്ഷേ നിൻ്റെ ഭാര്യയ്ക്കോ ഭർത്താവിനും അറിഞ്ഞുകൂടാ, അമ്മയ്ക്കോ അപ്പനും അറിഞ്ഞുകൂടാ, മക്കൾക്ക് അറിഞ്ഞുകൂടാ. എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. ഓർക്കൂ, അന്ന് ന്യായവിസ്താര ദിവസത്തിലേക്ക് ചെല്ലുമ്പോൾ എല്ലാം വായിച്ച് കേൾപ്പിക്കും. പുസ്തകങ്ങൾ തുറക്കും. ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറക്കും. ഓർമ്മയുടെ പുസ്തകം തുറക്കും. ഓർമ്മയുടെ പുസ്തകം, സ്മരണയുടെ പുസ്തകം. ആ പുസ്തകത്തിൽ എല്ലാം എഴുതി വച്ചിരിക്കുന്നു, ഓരോരുത്തരുടെ പേരിലും. സ്തോത്രം. ന്യായവിസ്താര ദിവസത്തിൽ ചെല്ലുമ്പോൾ പുസ്തകം തുറക്കും. അതുവരെ ആ പുസ്തകം തുറക്കാതിരിക്കുകയാണ്. അന്ന് പുസ്തകം തുറക്കും. ഞാനും നിങ്ങളും പ്രിയപ്പെട്ടവരെ, ഞാൻ ഭയത്തോടെ പറയട്ടെ, നാം മരണം കഴിഞ്ഞ് ഒരു ന്യായവിസ്താരത്തിലേക്ക് ചെല്ലും. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും. വേദപുസ്തകം അങ്ങനെയാണ് പറയുന്നത്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് ശേഷിച്ചിരിക്കുന്നു. മരണം, അതിനുശേഷം ന്യായവിധി. ഇന്ന് ആൾക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ ജീവിതം എന്താണെന്ന്. നല്ലത് ആളുകൾ പറയുന്നുണ്ടാകും. എന്തോ ഒരു മനോഗുണമുള്ള മനുഷ്യനാണ്, എന്തൊരു ഉപകാരിയായ മനുഷ്യനാണെന്നൊക്കെ പറയും. പക്ഷേ ദൈവം തമ്പുരാൻ കാണുന്നത് എങ്ങനെയാണ്? നിൻ്റെ ജീവിതത്തിലെ പാവങ്ങൾ കർത്താവ് കാണുന്നു. ദൈവം എല്ലാം അറിയുന്നു. സങ്കീർത്തനം 139 സങ്കീർത്തനം 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം, ദൈവത്തെ മറയ്ക്കാൻ സാധ്യമല്ല. എല്ലാം എഴുതി വെച്ചിരിക്കുന്നു. എല്ലാം എഴുതി വയ്ക്കും. എല്ലാം ഒരിക്കലും മായാത്തതിൽ എഴുതി വെച്ചിരിക്കുന്നു. ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതെല്ലാം മാഞ്ഞു പോകണമെങ്കിൽ ഇന്ന് ക്രിസ്തുവിൻ്റെ രക്തം വന്ന് അവിടെ പൊതിയണം. അത് മാഞ്ഞു പോയിക്കൊള്ളും. പാപത്തിൻ്റെ, അകൃത്യത്തിൻ്റെ എല്ലാ രേഖകളും എല്ലാം മാഞ്ഞു പോയിക്കൊള്ളും. എങ്ങനെ? ക്രിസ്തുവിൻ്റെ രക്തം വന്ന് മൂടിയാൽ മതി. വായിക്കാം. എല്ലാം ദൈവം അറിയുന്നു. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു.
യഹോവേ, നീ എന്നെ ശോധന അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. ഇവിടെ നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. യഹോവേ, നീ മുഴുവൻ അറിയാതെ ഒരു വാക്കും നാവിന്മേലില്ല. നീ മുമ്പും പിമ്പും എന്നെ അടച്ചു. പിമ്പും എന്നെ അടച്ച് നിന്റെ കൈ എന്റെ മേൽ വച്ചിരിക്കുന്നു. എന്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അത് എനിക്ക് ഗ്രഹിച്ചുകൂടാതവണ്ണം ഉന്നതമായിരിക്കുന്നു. ഗ്രഹിക്കാൻ പറ്റുന്നില്ല. നീ എല്ലാം അറിയുന്നുള്ളത് എനിക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? കർത്താവേ, നിന്നെ ഒളിച്ച് ഞാൻ എവിടെ പോകാനാണ്? ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? സന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. പാതാളത്തിൽ എന്റെ കിടക്ക് വിരിച്ചാൽ നീ അവിടെയുണ്ട്. പാതാളത്തിൽ എന്റെ കിടക്ക് വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് നിന്ന് പാർത്താൽ അവിടെ നിന്റെ കൈ എന്നെ നടത്തും. ദൂരെ പോയാലും സമുദ്രത്തെ അറ്റത്ത് നിന്ന് പാർത്താലും അവിടെ നിന്റെ കൈ എന്നെ നടത്തും. നിന്റെ വലം കൈ എന്നെ പിടിക്കും. വലം കൈ എന്നെ പിടിക്കും. ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ. ഇരുട്ടിനെ മൂടിക്കളയട്ടെ വിചാരിച്ചാലും ഇരുട്ട് എന്നെ മൂടിക്കളയുകയില്ല. എല്ലാം നിനക്ക് മറവായിരിക്കുന്നില്ല. എല്ലാം നിനക്ക് വെളിവായിരിക്കും. ഇരുട്ടിനെ മൂടിക്കളയട്ടെ. വെളിച്ചം എന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ, ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ, ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കുകയില്ല. പോലും നിനക്ക് മറവായിരിക്കുകയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും. രാത്രി പകൽ പോലെ പ്രകാശിക്കും. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, എല്ലാം ഏത് ഇരുട്ടിലും ചെയ്തതും എല്ലാം വെളിപ്പെടും. അശുദ്ധിയോട് യാത്ര പറയണം. എല്ലാ തിന്മയോട് യാത്ര പറയണം. ശാപങ്ങളെല്ലാം മാറ്റുന്ന ക്രിസ്തുവിനെ സ്വീകരിക്കണം. രക്ഷകനെ ഉള്ളത്തിലേക്ക് കൈക്കൊള്ളണം. അപ്പോൾ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാവം ചെയ്തു പോയി. നിന്റെ മകനെന്ന പേര് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാൽ ഒരുത്തിനെ പിന്നെ ആക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നശിച്ചുകൊണ്ടിരുന്നവൻ ഓടിച്ചെന്ന് യേശുവിൻ്റെ നിത്യപിതാവിൻ്റെ സന്നിധിയിൽ വന്ന് വീണു. പിതാവിൻ്റെ അരികിലേക്ക് വന്നു. അപ്പോൾ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞു. നശിച്ചു പോകുന്ന ബോധ്യമുള്ളവൻ അവൻ ചെന്ന് വീഴുകയാണ്, നിലവിളിക്കുകയാണ്. ഇന്ന് നിങ്ങൾ ദൈവത്തോട് പറയുമോ? നിങ്ങളുടെ അരികത്ത് വന്നിരിക്കുന്ന യേശുവോട് പറയുമോ, കർത്താവേ, ഞാൻ നശിക്കുന്നല്ലോ, എൻ്റെ ഭാവിയിൽ അടഞ്ഞു പോയല്ലോ, എൻ്റെ മക്കൾക്ക് കേടും കെടുതിയുമായല്ലോ, എൻ്റെ കുടുംബത്തിൽ സ്വസ്ഥതയില്ലല്ലോ. കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരുമോ? എൻ്റെ ഉള്ളത്തിലേക്ക് എഴുന്നള്ളി വരുമോ? കർത്താവേ, ഞാനും പാവിയായ ഒരു മനുഷ്യൻ. എൻ്റെ പാവം പൂക്കുവാൻ നീ കുരിശിൽ മരിച്ച് നിന്നെ വിശ്വസിക്കുന്നു. നിൻ്റെ തിരക്കത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. കർത്താവേ, മേലിൽ മനസ്സറിഞ്ഞ് ഒരു പാവം വരികയില്ലെന്ന് ഞാൻ നിന്നോട് വാക്ക് പറയുന്നു. കർത്താവേ, മനസ്സറിഞ്ഞ് ഒരു പാവം എൻ്റെ ജീവിതത്തിൽ വരികയില്ലെന്ന് ഞാൻ നിന്നോട് ഇപ്പോൾ വാക്ക് പറയുകയാണ്. കർത്താവേ, സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു. വിശുദ്ധനെ ഞാൻ സ്വീകരിക്കുന്നു. യേശുവേ, ഇപ്പോൾ നീ എൻ്റെ ഹൃദയത്തിലേക്ക് ഒന്ന് എഴുന്നള്ളി വരണമേ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, കഴിഞ്ഞ കാലങ്ങൾ ഓർക്കല്ലേ, തെറ്റുകളൊന്നും ഓർക്കല്ലേ, എൻ്റെ പാവങ്ങൾ കണക്കിടല്ലേ, എൻ്റെ അകൃത്യങ്ങൾക്ക് പരിഗണിക്കല്ലേ. കർത്താവേ, എൻ്റെ പാവങ്ങളൊന്നും ഓർക്കല്ലേ, അകൃത്യങ്ങൾ ഓർക്കല്ലേ. എൻ്റെ പാവങ്ങൾ ക്ഷമിക്കണമേ, അകൃത്യം ക്ഷമിക്കണമേ, പാവം പോക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ കോളിളക്കങ്ങൾ മാറ്റണമേ, അസ്വസ്ഥതകൾ മാറ്റണമേ, സമാധാനം പകരണമേ, പരിശുദ്ധി എൻ്റെ ജീവിതത്തിലേക്ക് പകർന്നു തരണമേ, എല്ലാ അശുദ്ധിയും നീക്കണമേ, എല്ലാ ശാപദോഷങ്ങളും മാറ്റണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. പ്രാർത്ഥിക്കൂ. നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിന് തുറന്നു കൊടുത്തുകൊണ്ട് പറയൂ, യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയവാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. അവൻ വാതിൽക്കൽ മുട്ടിക്കൊണ്ട് അകത്ത് വരാൻ ആഗ്രഹിച്ച് നിൽക്കുകയാണ്. യേശുവെ, നിങ്ങൾ അകത്തേക്ക് ക്ഷണിക്കൂ. വാതിൽ തുറന്നു കൊടുക്കൂ. യേശുവേ, വരണമേ. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. പ്രാർത്ഥിക്കൂ. നിങ്ങൾ ഇപ്പോൾ തന്നെ യേശുവോട് പറയൂ, യേശുവേ, നീ എന്നെ കടന്നു പോകല്ലേ, ഇപ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. ഈ നിമിഷം തന്നെ ഞാനിതാ എന്നെ നിനക്കായി ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, എന്നേക്കുമായി സമർപ്പിക്കുന്നു. മരണത്തോളം എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കുന്നു. ഇനി മുതൽ ഞാൻ നിൻ്റെ സ്വന്തമായിരിക്കും. യേശുവേ, ഞാൻ നിൻ്റെ വകയായിരിക്കും, നിൻ്റെ സ്വന്തമായിരിക്കും. നീ എൻ്റെ സ്വന്തമായിരിക്കും, ഞാൻ നിൻ്റെ സ്വന്തമായിരിക്കും. യേശുവേ, ഇപ്പോൾ എന്നോട് മനസ്സറിയണമേ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ടോ? നിങ്ങളുടെ തലകളെ നിങ്ങൾക്ക് വണക്കാം, കണ്ണുകളെ നിങ്ങൾക്ക് അടയ്ക്കാം. ശാപങ്ങൾ മാറ്റുന്ന ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ. കൊടുങ്കാരനെ ശാന്തമാക്കുന്ന ക്രിസ്തു ജീവിതത്തിലേക്ക് വരട്ടെ. കോളിളക്കങ്ങളെല്ലാം ശാന്തമാക്കുന്ന ക്രിസ്തു ഉള്ളത്തിലേക്ക് വരട്ടെ. സമാധാനം തരുന്ന ക്രിസ്തു ജീവിതത്തിലേക്ക് എഴുന്നള്ളി വന്ന് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹം പകരുകയാണ്. സ്വർഗ്ഗ സന്തോഷം ഇറങ്ങുകയാണ്. ആത്മാക്കൾ രക്ഷപ്പെടുകയാണ്. പാപികൾ മാനസാന്തരപ്പെടുകയാണ്. യേശു ക്രിസ്തു അത്ഭുതം പ്രവർത്തിക്കുകയാണ്. നശിച്ചു പോകുന്നവരെ രക്ഷിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾക്ക് ഈ അനുഭവം വേണമോ? എങ്കിൽ നിങ്ങൾ ഏറ്റു പറയുക. യേശുവിനോട് പറയുക, ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഏറ്റു പറയുക, യേശുവേ, ഇന്നു മുതൽ ഞാനൊരു പുതിയ സൃഷ്ടി. എന്റെ യേശുവേ, ഇന്നു മുതൽ നിന്റെ വക. എന്റെ യേശുവേ, ഇന്നു മുതൽ നിന്റെ സ്വന്തം.
എന്റെ സ്വന്തം. മിശിഹ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ നീ രാജ്യത്വം പ്രാപിച്ചു എന്നെ വരുമ്പോൾ കൂടെ നീ ഓർത്തുകൊള്ളണമേ. എന്നെ കൂടെ നീ മിശിഹ, ഓർത്തുകൊള്ളണമേ. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ നീ രാജ്യത്വം പ്രാപിച്ചു എന്നെ വരുമ്പോൾ കൂടെ നീ ഓർത്തുകൊള്ളണമേ. എന്നെ കൂടെ നീ മിശിഹ, ഓർത്തുകൊള്ളണമേ. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ നീ രാജ്യത്വം പ്രാപിച്ചു എന്നെ കൂടെ നീ വരുമ്പോൾ ഓർത്തുകൊള്ളണമേ. എന്നെ കൂടെ നീ ഓർത്തുകൊള്ളണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞവർ മാത്രം കരങ്ങൾ ഉയർത്തുകയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ തന്നെ കണ്ടാൽ മതി. യേശുവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ കൈ വെച്ച് കൊടുത്താൽ മതി. യേശു കരം നീട്ടുന്നുണ്ട്. കൈകൾ യേശുവിന്റെ കരങ്ങളിലേക്ക് വെച്ച് കൊടുക്കൂ. ആണിപ്പാടുള്ള കരത്തിലേക്ക് നിങ്ങളുടെ ഈ കരം വെച്ച് കൊടുക്കൂ. യേശുവിന്റെ കരത്തിൽ പിടിച്ചുകൊണ്ട് യേശുവിനോട് നിങ്ങൾ പറയൂ, യേശുവേ ഇന്നു മുതൽ ഞാൻ നിന്റെ വക. അത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുകയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാം അട്ടഹസിച്ച് പറയണം, പിതാവ് പുത്രനും പരിശുദ്ധ റൂഹായുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. ആദ്യം മുതൽ തലമുറ വരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹ നിമിഷങ്ങൾക്കായി സ്തോത്രം. ശാപമാരുന്ന കൃപകൾക്കായി സ്തോത്രം. കൊടുങ്കാറ്റ് നടക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിലെ കടലോളങ്ങളെല്ലാം മാറ്റി ഞങ്ങൾക്ക് ശാന്ത തരുന്നതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. തീരുമാനമെടുത്തവരുടെ മേൽ തർക്കരം വെച്ച് അനുഗ്രഹിച്ച് വാഴ്ത്തി വിശുദ്ധീകരിക്കണമേ. അവിടെ രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധമായ നിലനിൽപ്പാൻ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. തിരുനാമം ഈ ഭൂമിയിൽ മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.